പഴമയും പുതുമയും ഇഴചേർന്ന ചരിത്ര സ്മാരകമാണ് മതിലകം പുതിയകാവ് ജുമാ മസ്ജിദ്. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യകാലങ്ങളാണ് ഈ മസ്ജിദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൃത്യമായ രേഖകളില്ലെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ പള്ളിക്കുണ്ടെന്നാണ് നിഗമനം. പള്ളിയിൽ കൊത്തിവെച്ചിട്ടുള്ള 2 അറബിക് രേഖകൾ മാത്രമാണ് പള്ളിയുടെ യഥാർത്ഥ ചരിത്രം വെളിപ്പെടുത്തുന്നത്. ഒന്ന് പള്ളിയുടെ 1-ാം നിലയിലെ മട്ടുപ്പാവിലെ മച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ഫലകത്തിൽ കൊത്തിവെച്ച അറബിക് കാലിഗ്രഫി ലിപിയും, രണ്ടാമത്തേത് പള്ളിയുടെ ഇടതുവശത്തുള്ള മക്ബറയുടെ മുൻവാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന അറബിക് ലിപിയും. പറങ്കിപ്പള്ളിയുമായുള്ള ഏറ്റുമുട്ടലിൽ ആദ്യത്തെ പള്ളി കത്തിപ്പോയതായും ചരിത്രാന്വേഷകർ പറയുന്നു. ഇപ്പോൾ കാണുന്ന 3 നിലകളുള്ള പള്ളിക്ക് ഏകദേശം 89 വർഷത്തെ പഴക്കമേയുള്ളൂ. തേക്കുതടിയിൽ കടഞ്ഞെടുത്ത കൈപ്പിടികളുള്ള ഗോവണിയും പഴയകാലത്തെ ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ടൈൽസും പള്ളിയുടെ താഴത്തെ നിലയിലും 1-ാം നിലയിലും 2-ാം നിലയിലും കാണാം. ചിത്രപ്പണികളാൽ അലങ്കരിച്ച തേക്ക് നിർമ്മിത മരത്തൂണുകളിൽ അറബിക് ലിപികൾ കൊത്തിവെച്ചത് പള്ളിയുടെ പല ഭാഗത്തും ദൃശ്യമാണ്. ഹാളിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നതിന് കിഴക്ക് ഭാഗത്തായി പള്ളിയുടെ മുറ്റത്ത് പുരാതനമായ ഒരു കിണർ ഇന്നുമുണ്ട്. 1-ാം നിലയിലെ മട്ടുപ്പാവിൽ പള്ളിയുടെ ചരിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. നിലവിലെ ഈ പള്ളിക്ക് 89 വർഷത്തെ പഴക്കമുണ്ട്. ഈ പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് പഴയ കാലം മുതലുള്ള അറബി ലിഖിതങ്ങളുണ്ട്. അതിൻ്റെ പരിഭാഷ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിശാലമായ ചരിത്രം ജാറത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. രേഖാമൂലം ഇല്ലെങ്കിലും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ 2ാമത്തെ പള്ളി എന്ന് അവകാശപ്പെടാവുന്നത്ര പഴക്കമുള്ള പള്ളി എന്നാണ് നമ്മൾ ഇവിടെ ചരിത്രങ്ങൾ മുമ്പൊക്കെ എഴുതിയിട്ടുള്ളത്. പണ്ടുകാലത്ത് ചാവക്കാട് ഭാഗത്തു നിന്നും കനോലി കനാലിലൂടെ വഞ്ചിയിലെത്തിയാണ് ആളുകൾ പുതിയകാവ് പള്ളിയിലെത്തി ജുമുഅ നിസ്കരിച്ചിരുന്നത്. പിൽക്കാലത്ത് 40ഓളം മഹല്ലുകൾ പുതിയകാവ് പള്ളിയിൽ നിന്നും പിരിഞ്ഞുപോയി രൂപീകരിക്കപ്പെട്ടതായും പറയപ്പെടുന്നു. TCV കയ്പമംഗലം.